ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കട്ടിപ്പാറയുണ്ട്. അവിടുന്ന് വെള്ളം വരുന്നുണ്ട്. വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒരു വിള്ളലുണ്ട് പാറയ്ക്ക്. അത് കാരണം ആ വെള്ളം അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു ഉറവയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഉറവയുടെയും നമുക്ക് ഉപയോഗം കിട്ടുന്നുണ്ട്, ഇതിൻ്റെയും കിട്ടുന്നുണ്ട്. നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അടുത്ത കാലത്ത് ഒരു അക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വാഗമണിലൊരു ചെറിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വീടെന്ന് വെച്ചാൽ അത് കമേഴ്ഷ്യലി വാടകയ്ക്ക് കൊടുക്കാനൊന്നുമല്ല, വല്ലപ്പോഴും നമുക്ക് വന്നിരുന്ന സ്വസ്ഥമായി ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. 1.5 വർഷം അലഞ്ഞു നടന്നിട്ടാണ് നല്ലൊരു സ്ഥലം കണ്ടെത്തിയത്. അതിമനോഹരമായ വ്യൂ ആണ് നമ്മുടെ സ്ഥലത്ത് നിന്നും. ഇപ്പോൾ വീട് പണിതേ ആ കാണുന്ന പോലെ സ്കെലിട്ടണായിട്ട് നിൽക്കുന്നു. ബാക്കി പണി ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം വേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് കറണ്ട്, മറ്റൊന്ന് വെള്ളം. ഈ 2 കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മുടെ കോൺട്രാക്ടർ കം എഞ്ചിനീയർ ഉണ്ട്, സെലിൻ. അപ്പോൾ ബോർവെല്ല് കുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് തീരുമാനിച്ചു. അപ്പോൾ ബോർവെല്ല് എനിക്കിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബോർവെല്ലുകാരെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, നമുക്കൊരു വെള്ളം ഉള്ള സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് ഈ ഒരാളിങ്ങനെ ഒരു വടിയും കൊണ്ട് വരും. അതിങ്ങനെ ആ വടി എന്തോ അനങ്ങും, അതിൻ്റെ അറ്റത്തെ അവസാനം അനങ്ങുമറ്റോ ചെയ്യുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്ന് പറയുന്ന രീതിയായിരുന്നു. ഒരു പരിധി വരെയൊക്കെ അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളൊക്കെ ആധുനികമായ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ വെള്ളം എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാം. പ്രത്യേകിച്ച് ബോർവെല്ലൊക്കെ ആകുമ്പോൾ 1000 അടി വരെയൊക്കെ താഴ്ത്തേണ്ടതുണ്ട്. അപ്പോൾ എവിടെ വെള്ളമില്ലെങ്കിൽ അത് വലിയ നഷ്ടത്തിലേക്ക് എത്തും. അങ്ങനെ ആരെക്കൊണ്ട് ഇത് നോക്കിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് 1-2 പേര് ഒരു പേര് സജസ്റ്റ് ചെയ്തത്. ആ പേരുകാരിയാണ് ഇപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്നത്. നമസ്കാരം, റീബ ടോംസ് എന്നാണ് പേര്. റീബ അത്യാധുനിക ഉപകരണങ്ങളൊക്കെ സഹായത്തോടു കൂടിയാണ് എവിടെയാണ് വെള്ളം ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ എന്താണ് വെള്ളം ഉള്ളതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. പക്ഷേ എനിക്ക് അതിനൊക്കെ കൗതുകം തോന്നുന്നൊരു കാര്യം വെച്ചാൽ റീബയുടെ ഒരു കഥയാണ്. കഥ എന്ന് വെച്ചാൽ ഒരു കരിയർ സ്വിച്ച് ചെയ്താണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ആ കരിയർ എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റ് ഡെസ്പാച്ചർ എന്ന് പറയുന്ന ഒരു നമ്മൾ പറയില്ലേ, ഡോക്ടർമാർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് മെഡിക്കൽ റെപ്പ് എന്ന് പറഞ്ഞ പോലെ, പൈലറ്റുമാർക്ക് വിമാനം പറപ്പിക്കാൻ വേണ്ട എല്ലാ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും നൽകുന്നത് ഫ്ലൈറ്റ് ഡെസ്പാച്ചറാണ്. ഞാനിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയാണ്. അതായത് ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ റൂട്ട് അല്ലേ, എന്തെങ്കിലും സംഭവിച്ചാൽ ടേക്ക് ഓഫ് വെയിറ്റ്, ലാൻഡിംഗ് വെയിറ്റ്, ഫ്യൂവൽ കാൽക്കുലേഷൻ, പിന്നെ നോട്ടം എന്ന് പറയുന്നുണ്ട്, നോട്ടീസ് ടു എയർമാൻ. അതായത് ഫ്ലൈറ്റ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫയർ ഫൈറ്റിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കണം പൈലറ്റ്സിന്. പിന്നെ വിമാനത്തിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ടെക്നിക്കലായിട്ട് ഏതെങ്കിലും ഒരു സിസ്റ്റം ഇനോപ്പ് ആണെങ്കിൽ മിനിമം എക്യുപ്മെൻറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് എഞ്ചിനീയേഴ്സുമായിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് ഗോ ആയിട്ടോ ആണോ നോ ഗോ ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വിടാൻ പറ്റുന്നതാണെങ്കിൽ അതിന് പെനാലിറ്റി കാണും. അത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പൈലറ്റ് വരുമ്പോൾ നമ്മൾ ബ്രീഫ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഇത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സഹായം വേണോ? ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലെ ടേക്ക് ഓഫ് ടൈം, എയർബോൺ ടൈം തരും, ചോക്സ് ഓഫ് ചോക്സ് ഓൺ എന്നും പറഞ്ഞ്. പിന്നെ ET എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ, ഏത് സമയത്താണ് അവിടെ ചെല്ലുന്നതെന്നുള്ളത് അവർ തരും. അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ നമ്മളെ ടവറിനെയാണ് പിന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഒരിക്കൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിരിക്കുന്ന ATC തന്നെയാണ്? ATC വേറെ സെക്ഷന്. അവർ എല്ലാ ഫ്ലൈറ്റിൻ്റെയും മോണിറ്റർ ചെയ്യും. നമ്മുടെ കമ്പനിയിൽ ഏതൊക്കെയാണോ അതിൻ്റെ നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എയർലൈനിൻ്റെ സ്റ്റാഫാണ്? എയർലൈൻ സ്റ്റാഫാണ്. അങ്ങനെ എത്ര വർഷം അതിലുണ്ടായിരുന്നു? 10 വർഷത്തോളം. അത് ശരിക്കും പറഞ്ഞാൽ പൈലറ്റ് ട്രെയിനിങ് പോലെ തന്നെയുള്ള ട്രെയിനിങ് ആണ് അതിനല്ലേ? ഫ്ലൈറ്റ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് BSc മാത്തമാറ്റിക്സ്, ഞാൻ BSc കമ്പ്യൂട്ടറും മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ആയിരുന്നു. ട്രിപ്പിൾ മെയിൻ ആയിരുന്നു, അല്ലെ BTech ആയിരുന്നു വേണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കമ്പനിക്ക് ആവശ്യമുണ്ടോ, ഇത് പഠിച്ചവർ വളരെ കുറവ്. അങ്ങനെ കമ്പനി തന്നെ സെലക്ഷൻ നടത്തി. ഞാനൊരു പെണ്ണും ബാക്കി 8 ആണുങ്ങളുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്തെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡിസ്പാച്ചറായിട്ട് എനിക്ക് ഈ ഏവിയേഷനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. ഫാദർ എന്ന് പറയുന്നത് ഫാർമറാണ്, മദർ ഹൗസ് വൈഫാണ്. സാധാരണ ഒരു ഫാമിലിയാണ് എൻ്റെ ബേസിക്കലി. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നിട്ട് ഈ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എൻ്റെ കൂടെ പഠിച്ച എല്ലാ പിള്ളേരും എന്ന് പറയുന്ന സ്റ്റുഡൻസ്. ഇൻസ്ട്രക്ടർ ക്ലാസ്സിൽ വരും, ഇവർ ലെക്ചറിങ് നടത്തും, അവർ പോകും. പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുകയില്ല. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഫ്ലൈറ്റ് ഡിസ്പാച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ATPL പ്രിപ്പയർ ചെയ്യുന്ന പൈലറ്റുമാരുണ്ട്, മധുസ്മിത, ഫാബിയോള എന്ന് പറയുന്നത്. അവരോട് ഞാൻ നോട്ട്സ് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ നോട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ചെയ്തിരുന്ന് എഴുതി പഠിച്ച ഫ്ലൈറ്റ് ഡിസ്പാച്ചർ ലൈസൻസ് കിട്ടി. നമുക്ക് 170 പാസ് മാർക്ക് കിട്ടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈവൈ ഉണ്ട്, പിന്നെ ഒബ്സർവേഷൻ ഫ്ലൈറ്റിൽ പോകണം. നമ്മൾ കോക്പിറ്റിൽ 25 മണിക്കൂർ എക്സ്പീരിയൻസ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ DGCAയുടെ അവിടെ ചെന്നിട്ട് അവർ ടെക്നിക്കലി നമ്മളോട്
ക്വസ്റ്റ്യൻസ് റിട്ടേൺ ടെസ്റ്റും ഉണ്ട്, അല്ലാതെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം ഉണ്ട്. പിന്നെ അവരുടെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൈസൻസ് ഇവർ തരുള്ളൂ. പിന്നെ പൈലറ്റുമാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈപ്പ് എയർക്രാഫ്റ്റിനെ പറ്റി മാത്രമേ, ഇപ്പോൾ എയർബസ് ആണ്, എയർബസ് 319, 320, 321. പക്ഷേ ഫ്ലൈറ്റ് ഡിസ്പാച്ചറിനെ സംബന്ധിച്ച് ആ എയർലൈൻസിൽ ATR ഉണ്ടെങ്കിൽ ATR പഠിക്കണം, എയർബസ് പഠിക്കണം. ATR തന്നെ 72-500, 42-500 അതിൻ്റെ സിസ്റ്റംസ്, പെർഫോമൻസ്, ഇതെല്ലാം ഒത്തിരി ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് പഠിക്കണം. അതെല്ലാം 10 വർഷം ജോലി ചെയ്തു. 10 വർഷം ജോലി ചെയ്തു. 10 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ പറഞ്ഞ ആകാശത്ത് ഉള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഞങ്ങളിപ്പോൾ ഭൂമിക്കടിയിലെ വെള്ളമാണ് കണ്ടുപിടിക്കുന്നത്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും വലിയൊരു മാറ്റം വന്നത്? വിവാഹശേഷം പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി, കുട്ടികളെ ഇട്ടിട്ട്. പിന്നെ നല്ല വർക്ക് പ്രഷറുണ്ട്. കൂടുതൽ ഫാമിലി ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചു. എന്നാലൊട്ട് ചുമ്മാ ഇരിക്കാനും എനിക്ക് താല്പര്യമില്ല. സ്വസിദ്ധമായിട്ടൊരു സിദ്ധി ഉണ്ടായിരുന്നു, ഭൂമി വെള്ളമുള്ള എവിടെയെ എന്ന് കണ്ടുപിടിക്കാൻ. അത് സ്വസിദ്ധമായിട്ടുള്ള സിദ്ധി എന്ന് വെച്ചാൽ എങ്ങനെ ഒരു സിദ്ധിയായിട്ട് വരുന്നത്? ഇങ്ങനെ നടക്കുമ്പോൾ തോന്നുന്നു ഇവിടെ വെള്ളം ഉണ്ടെന്നുള്ളത്. അത് ബോഡി ഫീൽ ചെയ്യുമായിരുന്നു. ഏത് പ്രായം തൊട്ട്? ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ്, പിന്നെ അതിനെപ്പറ്റി അറിയാനൊരു ആകാംക്ഷ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ വെള്ളം ഉണ്ടെന്ന് കുടിച്ചു. എന്റെ വീട്ടിൽ കുത്തിയപ്പം ഞാനിങ്ങനെ, എന്റെ വീട്ടിലൊരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കുത്തുന്നത്. അപ്പൊ ഞാൻ അതിന് മുന്നേ പറഞ്ഞു ഇവിടെ വെള്ളം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പലയിടത്തും നമുക്കിങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ കല്യാണം കഴിച്ചു വന്നപ്പോൾ ഞങ്ങള് കിണർ കുത്തിയായിരുന്നു, അതും അങ്ങനെ തന്നെ കുത്തി. പിന്നെ ഞാൻ ആലോചിച്ച് ചുമ്മാ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്നാൽ പിന്നെ ഈ ഫീൽഡിൽ നമുക്ക് ഹൈടെക്കാക്കി മാറ്റിയേക്കാമെന്ന് തീരുമാനിച്ചു. മെഷീൻ വാങ്ങിച്ചു. ഈ മെഷീൻ വാങ്ങിച്ചെന്ന് ആരാ അതിന്റെ ഒരു ഉപദേശം? ആരാ സജഷൻ ഒക്കെ തരുന്നത്? ആരും സജഷൻ തന്നില്ല. നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ. കാരണം ഇനി പഴയ കാലത്തെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു യുഗമല്ല. എല്ലാം ഹൈടെക്കാ, കൃഷിയാണെങ്കിലും. അപ്പൊ ഈ ഒരു ഫീൽഡ് ഹൈടെക് ആക്കി. പക്ഷേ ഹൈടെക് ആണെങ്കിൽ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സിദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മെഷീനും കൊണ്ട് 35 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ആ 35 ഏക്കറിലും നമ്മൾ മെഷീനും കൊണ്ട് നടക്കാന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അപ്പൊ സ്വസിദ്ധമായിട്ടൊരു സിദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യം. ഇപ്പം നമ്മൾ കടമറ്റത്ത് കത്തനാരെ പോകുമ്പോഴത്തേക്ക് ഇവിടെ രക്ഷയുണ്ടെന്ന് പറയുന്ന പോലെ ഈ റിവർ നടന്ന ഉടനെ പറഞ്ഞു ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ മെഷീനൊക്കെ എടുത്തോണ്ട് വന്നത് അല്ലേ? അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് ശരീരത്തിൽ തോന്നുന്നൊരു കാര്യം? ഒരു തണുപ്പ് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ ഡ്രൈ ലാൻഡ് ചെല്ലുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ട്. ആണോ? നല്ല ക്ഷീണമുണ്ട്. ശരി. അപ്പൊ നമ്മളിത് കണ്ടെത്തി കഴിയുമ്പോൾ നമ്മളൊന്ന് എക്സോസ്റ്റഡ് ആവുമോ? ക്ഷീണം വരും. പിന്നെ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ഒരു പണി ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു എനർജി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷീണം ഫീൽ ചെയ്യുന്നത്. ശരി. അത് എന്തെങ്കിലും ഡോക്ടേഴ്സിനോടെല്ലാം കൺസൾട്ട് ചെയ്തിട്ടുണ്ട്? എന്താണ് അങ്ങനെ ഒരു സിദ്ധി വരാനുള്ള കാരണം? എന്തെങ്കിലും ഒരു സാധ്യത? അങ്ങനെ ഇല്ല, ചോദിച്ചിട്ടില്ല. അപകടമൊന്നും ഇല്ലല്ലോ. അപ്പം ഇപ്പൊ സക്സസ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ? എല്ലായിടത്തും പോയി വെള്ളം കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നടന്നപ്പോൾ പറഞ്ഞു ഇവിടെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഒരു മെഷീൻ്റെ ആവശ്യം? മിഷൻ ആകുമ്പോൾ എനിക്ക് ആ പാറയുടെ സ്ട്രക്ചർ പിന്നെ ഡേറ്റാസ് വെച്ച് നോക്കും. ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം നമുക്ക് സർവീസ് എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അതായത് കിണർ കുത്തുക എന്ന് പറഞ്ഞാൽ നല്ല ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ നമ്മൾ മുതൽ മുടക്കുണ്ട് അതിന്. എന്നിട്ട് കിട്ടിയില്ലേ ഭയങ്കര വിഷമമാണ്. മനുഷ്യർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ടിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പാറയുടെ സ്ട്രക്ചറും കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യണം. ഈ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ എത്ര ഡ്രില്ല് ചെയ്യുമ്പോൾ എങ്ങനെ ഏത് ഉപകരണം ഉപയോഗിക്കണം എന്നൊക്കെയാണോ ഈ ഒരു സ്ട്രക്ചർ? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എത്ര അടി വെള്ളം കിട്ടും. ചിലടത്ത് ചില പാറകളിൽ വെള്ളമില്ല, ചില പാറകളിൽ വെള്ളം ഹോൾഡ് ചെയ്യും. നമ്മുടെ ക്ലൗഡ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ CB ക്ലൗഡ്സ് ഒക്കെ മഴ പെയ്യും. പക്ഷേ വേറെ മറ്റ് സ്ട്രാറ്റസ് അങ്ങനെ കാറ്റഗറി ആയിട്ടുണ്ട് ക്ലൗഡ്സ്. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ പാറകളുണ്ട്. എല്ലാ പാറയും വെള്ളം കാണണം എന്നില്ല. പിന്നെ ചില ഹാർഡ് റോക്ക് ഏരിയാസ് ഉണ്ട്. അവിടുത്തെ പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പാറയുടെ ഒരു പ്രത്യേകത കൊണ്ട് വെള്ളം അടിക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരണമെന്നില്ല, പതുക്കെ ഫിൽറ്റർ ചെയ്തു വരുള്ളൂ. എന്നാൽ ചില ഏരിയകളിൽ സോഫ്റ്റ് ആയിട്ടുള്ള റോക്ക് ഉണ്ട്, അവിടെ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടും. അങ്ങനെയുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അവരോട് പറയും ഈ പാറയുടെ നേച്ചർ ഇന്നതാണ്, അതുപോലെ ഉറവ് ആ സോഴ്സ് എത്രയുണ്ട്, അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാലം ഇങ്ങനെ കണ്ടുപിടിച്ചാൽ എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ? പാളിപ്പോയിട്ടില്ല. വെള്ളമുണ്ട്. വെള്ളം കുറവുള്ളിടത്ത് നമ്മൾ പറയും ഇത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഏരിയയുടെ പ്രത്യേകതയാന്ന് പറഞ്ഞാൽ ഉറവ വന്ന് അത് ആ ഒരു ഫിൽറ്റർ ചെയ്യാനായിട്ടാണ്. ഉറവ എന്ന് പറഞ്ഞാൽ മിഷന്റെ ചൂടുണ്ട്. പിന്നെ ആ പാറയിൽ നിന്ന് ഈ വെള്ളം വരാനായിട്ടൊരു താമസം വരും. ആ ഒരു താമസമുള്ള ചില പാറകളുണ്ട്. ആ പാറ കണ്ടാൽ നമുക്കറിയാം. അപ്പം നമ്മൾ പറയും താമസം വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പാനിക്കാകണ്ട. എന്നാൽ ഈ വന്നാൽ കണ്ടിന്യൂസ് അടിക്കാനും കിട്ടും.
അപ്പോൾ ഇപ്പം നമ്മളോട് ചെയ്യുന്ന ബോർവെല്ലാണ്, പക്ഷേ ഓപ്പൺ സാധാരണ നമ്മുടെ വീടുകളിലുള്ള പോലത്തെ കിണറുകൾക്കും വെള്ളം കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്പൺ വെല്ലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഈ ബോർവെല്ലാണെങ്കിൽ ഏറ്റവും ആഴത്തിൽ പോകേണ്ടി വന്നതൊക്കെ എത്ര അടിയായിരിക്കും? അത് ഏറ്റവും ആഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാറയുടെയും സ്ട്രക്ചർ നോക്കും. ചിലത് പാറ ലെയർ ചേഞ്ച് ചെയ്യും. ഒരു 100-500 അടി കഴിയുമ്പോൾ ചില ഏരിയകളിൽ പാറ കട്ടിപ്പാറയാകും. അവിടെ പോയി നമ്മൾ 1000 അടി അടിക്കാൻ പറയുകയില്ല. അതേസമയം അടിച്ച ആ പ്രയോജനം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പറയും നിങ്ങൾ 1000 അടി അടിക്കണം, അല്ലെ 500 അടി, അല്ലെ 400 അടി, എന്തേരം ആണോ അത് പറഞ്ഞു കൊടുക്കും അവർക്ക്. അപ്പോൾ അവർക്കും സാമ്പത്തികമായിട്ട് നഷ്ടമില്ല. അടിയിലോട്ട് പോകുമ്പോൾ പാറ ലെയർ ആകുക, വെറുതെ അടിച്ച് കളയണ്ട, എന്നാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. ശരി. അപ്പോൾ ഇപ്പം നമ്മളിവിടെ നമ്മുടെ വീടിന്റെ മുന്നിൽ കണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്ത് തരത്തിലുള്ള പാറ കണ്ടെത്തിയിരിക്കുന്നത്? അവിടെ 2 സൈസ് പാറയുണ്ട്. ഹാർഡ് റോക്കും ഉണ്ട്, സോഫ്റ്റ് റോക്ക്, മട്ടിപ്പാറ, ആ രീതിയിലുള്ളതുണ്ട്. നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മട്ടിപ്പാറ നേച്ചറായിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുമ്പോൾ ആ സൈഡിൽ മുകളിലേക്കുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ മുഴുവൻ കുറ്റിയടിച്ച് എന്തൊക്കെയോ സെൻസറൊക്കെ വെച്ച് നോക്കി, അതിനുശേഷം മുന്നിലെ ഭാഗത്ത് നോക്കിയിട്ട് പറഞ്ഞു ഈ 2 സ്ഥലത്തു നിന്നും കൂടി ഒരു ഉറവ് വന്ന് ചേരുന്നുണ്ടെന്ന്. അതെങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ആ സെൻസർ വെച്ച് അറിയാൻ പറ്റുന്നത്? സെൻസറും നമ്മുടെ എക്സ്പീരിയൻസും ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യും. ഇതിൽ കുറേ ഡേറ്റാസ് ഉണ്ട്. പിന്നെ അതൊരു എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് അത് അനലൈസ് ചെയ്ത് ഡേറ്റയും കൂടെ ആകുമ്പോഴത്തേക്ക് ആക്യുറസി കൂടുതൽ കിട്ടും. എങ്കിൽ പോലും ആദ്യം ഒരു സ്ഥലത്ത് ചെന്ന് നടന്നൊന്ന് നോക്കുക ചെയ്യുന്നല്ലേ, ഫീൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നടക്കുകയും വേണ്ട, അറിയാൻ പറ്റും. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോഴേ പറഞ്ഞില്ല, അങ്ങോട്ട് കിട്ടുമ്പത്തിന്റെ അങ്ങോട്ടായിരിക്കും. കാരണം താന്ന ഭൂമിയാണ്. സാധാരണ ആര് വന്നാലും ഇവിടെയോ ബോറടിക്കാൻ ഈ ഭാഗത്തും നോക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ആ ബോഡിയിൽ ഒരു ഫീലിംഗ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇപ്പം എനിക്ക് പറഞ്ഞു തരുന്ന സ്ഥലത്ത് എത്ര അടി വരെ എത്തുമ്പോഴേക്കും വെള്ളം വരുമെന്നാണ് ഒരു ധാരണ? നമുക്കൊരു 600-700 ഇടയിൽ വെള്ളം കിട്ടും. ആദ്യം കുറഞ്ഞു വരും, അത് കഴിഞ്ഞ് പിന്നെ അടിയിലോട്ട് ചെല്ലുമ്പോഴാണ് ശക്തി കൂടി വരുന്നത്. ശരി. അപ്പം എല്ലാ കാലത്തും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ കേരളത്തിൽ പൊതുവെ വെള്ളത്തിന് വലിയ ക്ഷാമമില്ല, എങ്കിൽ പോലും എവിടെയെങ്കിലും പോയിട്ട് വെള്ളം കിട്ടില്ല എന്ന് തോന്നിയ ഏതെങ്കിലും പറമ്പൊക്കെ ഉണ്ടോ? വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ഓപ്പൺ വെല്ലാണെങ്കിൽ എത്ര അടി വരെയൊക്കെ താഴ്ത്തിയാണ് ഏറ്റവും കൂടുതൽ ആഴം എത്ര വരെയൊക്കെ തോന്നിയിട്ടുണ്ട് വേണ്ടി വരുമെന്ന്? ഓപ്പൺ വെല്ല് ഞങ്ങളിവിടെ നമ്മുടെ നടി പ്രവീണ ഉണ്ടല്ലോ, സിനിമാ നടി, പുള്ളിക്കാരത്തേക്ക് 25 അടി മണ്ണായിരിക്കും എന്ന് പറഞ്ഞു. 25 അടി വരെ മണ്ണ്. അത് കഴിച്ചിട്ട് പാറ കയറും എന്ന് പറഞ്ഞു. അതുപോലെ പാറ കയറി കഴിഞ്ഞ് പിന്നെ 2-3 അടിയോ താത്തിയുള്ളൂ. കാരണം വീട് തൊട്ടടുത്തിരിക്കുക. ഈ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ആദ്യം വീട് പണിയും, അത് കഴിഞ്ഞിട്ട് കിണറിന് സ്ഥാനം കാണാൻ വിളിക്കും. പക്ഷെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ സ്ഥാനം കാണണം, അത് കഴിഞ്ഞിട്ട് വീട് പണിയാവുള്ളൂ. ശരിക്കും ഏറ്റവും നല്ല സ്ഥാനം ഒരു പക്ഷേ വീടിരിക്കുന്ന സ്ഥലത്തായിരിക്കും. വീടിരിക്കുന്നിടത്താണ്. ഇനി ഇൻ കേസ് ഓപ്പൺ വെല്ല് എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ പാറ പൊട്ടിക്കേണ്ടി വന്നാലേ വീടിന് ക്രാക്ക് ഉണ്ടായിട്ട് അത് വിഷയമാണ്. ശരി. ഡ്രിൽ ചെയ്യുമ്പോഴൊക്കെ വരാം അല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഫെങ്ഷു വാസ്തുശാസ്ത്രമൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ക്ലാഷ് ആകില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന ഇവിടെയാണെന്ന് പറയുന്നത്, പക്ഷെ അന്നേരമായിരിക്കും അത് ഫെങ്ഷു അല്ലെങ്കിൽ വാസ്തു പ്രകാരം അവിടെ കിണർ പാടില്ല എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, 2-3 ഇടത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ അതിനുള്ള സൊല്യൂഷനും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വേലി കെട്ടി ഫെൻസ് ചെയ്ത് പറമ്പാക്കി മാറ്റും. അതൊക്കെ മതി, അത് മതിയെന്നാ അവര് പറയുന്നത്. എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തേക്കാൾ കൂടുതൽ ആൾക്കാർ വാസ്തു നോക്കുന്നുണ്ട്. അതൊക്കെ പൊളിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ആ സ്ഥലം ഒന്ന് കാണാം. നമ്മുടെ എവിടെയാണ് റീബ ഇത് കണ്ടു. അതിന് മുമ്പ് നമുക്ക് മെഷീൻ ഒന്ന് കാണണ്ടേ അല്ലേ? മെഷീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല. ഇതാണ് ശരിക്കും മെഷീൻ. ഈ കാണുന്ന റീബയാണ് ശരിക്കും മെഷീൻ. ഇത് അതിൻ്റെ ഒരു അനുബന്ധ സപ്പോർട്ടിങ് മെഷീനാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഇന്ത്യനാണോ ഈ മെഷീൻ? നമ്മളെ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന. ശരി. അപ്പോൾ ഞാൻ വേറെ ചോദിക്കട്ടെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ആദ്യം തുടക്കത്തിൽ എന്തായാലും റീബയ്ക്ക് ഒരു ഫീല് കിട്ടും വെള്ളം ഉണ്ടെന്ന്. എങ്കിൽ പോലും അങ്ങനത്തെ ഫീല് കിട്ടാത്തൊരു മനുഷ്യന് ഈ ഒരു മെഷീൻ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവോ? മിഷൻ കയ്യിലുണ്ടെങ്കിൽ സാർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 10-35 ഏക്കറുണ്ട്. നമുക്ക് എന്നും ഒരേപോലെയല്ലോ കിട്ടുന്നത് ഭൂമി. ചിലപ്പോൾ ഒരേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മൾ അത്രയും ഏരിയയിൽ അത് ചിലപ്പം 5-6 ഏക്കർ ഉണ്ടെങ്കിൽ ആ അത്രയും ഏരിയ കൂടെ മെഷീൻ പിടിച്ചു പോവുക എന്ന് പറയുന്നത് നമുക്ക് നടക്കില്ല. അപ്പം നമുക്കൊരു സിദ്ധി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മനസ്സിലാവും. അവിടെ മാത്രം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മുടെ 10-17-18 സെന്റ് ഉണ്ട്. ഇതിന്റെ അകത്ത് ആകെ ഒരു മൂല കണ്ടപ്പോ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ നോക്കിയുള്ളൂ. അങ്ങനെയാ സാധാരണ ഞാൻ നോക്കുന്നത്. ഏത് പറമ്പിൽ ചെന്നാലും ഏക്കർ കണക്കൊണ്ടോ ഭൂമി ഉണ്ടെങ്കിൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ വെള്ളം അത് ബോഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും ഇവിടെ നോക്കിയാൽ മതിയെന്ന് പറയും. എന്നാൽ ചിലർക്ക് വിശ്വാസക്കുറവ് പോലെ അവർ പിന്നെ നോക്കിപ്പിക്കും. പക്ഷെ അതിലും എന്താ പറയുന്നത് അത് ശരിയാകുകയല്ല.
കഴിഞ്ഞ ദിവസം ബ്ലെസി സാറുമായിട്ട് ഫിലിം ഡയറക്ടർ ബ്ലെസി സാറിന്റെ നമ്മൾ കാണാൻ പോയായിരുന്നു. സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടാലന്റ് ഏത് ഫീൽഡാണോ ആ ഫീൽഡിൽ മാത്രം നോക്കുക. പഠിത്തത്തിലായിരിക്കണം എന്നില്ല. ശരി, അത് സത്യമാണ്. പഠിച്ചത് തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ടാലന്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ മിഷൻ വളരെ അനുഗ്രഹിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ബോർവെല്ലിൽ കുത്താനുള്ളവർ എത്തിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇവർ കുത്തി വെള്ളം കാണുന്നവരെ നിൽക്കുക, എങ്ങനെയാണ് എൻ്റെ രീതി? സാധാരണ നമ്മൾ കണ്ടിട്ട് പോവുള്ളൂ. സീസൺ ടൈം ആയാൽ നമുക്ക് അതിന് സമയം കിട്ടുകയില്ല. പിന്നെ അവര് മെസ്സേജ് വിടും, വാട്സപ്പിൽ മെസ്സേജ് വിടും, വെള്ളം കിട്ടിയെന്നും പറഞ്ഞ് അല്ലെ വീഡിയോ വിടും. ശരി. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ഒരു എഫേർട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇതുണ്ടല്ലോ എക്സോസ്റ്റ് ആകുന്നൊരു ജോലി ആയതുകൊണ്ട് ദിവസം എത്ര എണ്ണം വരെയൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും? നമ്മൾ ചെല്ലുന്ന ഭൂമിയെ ആശ്രയിച്ചിരിക്കും. ഡ്രൈ ലാൻഡ് ആണെങ്കിൽ നമ്മൾ 1-2 അങ്ങേയറ്റം. നല്ല ഡ്രൈ അല്ലാത്ത ഭൂമിയാണെങ്കിൽ നമുക്ക് 3-4 വരെ ചെയ്യാൻ പറ്റും. ശരി. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും റിവ് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഈ വെള്ളം കാണുമ്പോഴത്തേക്കും മറ്റേ എനിക്ക് പെട്ടെന്ന് നോക്കുന്നത് മണിച്ചിത്രല്ലേ വെള്ളം അങ്ങനെയുള്ള സ്ഥിതിയുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇതൊരു ഭയങ്കര സ്ഥിതിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളൊക്കെ വെറുതെ നടന്നു പോകുമ്പോഴത്തേക്കും താഴെ വെള്ളമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഉള്ളിൽ വെള്ളം ഉണ്ടോ എന്ന് എല്ലാം കണ്ടാൽ മനസ്സിലാവും നല്ലാതെ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി റീവ നമുക്ക് കണ്ടുപിടിച്ച് തന്ന സ്ഥലം ഒന്ന് കാണാം. അതിന് ഇവിടെ നമ്മുടെ ബോർവെൽ കുത്താനുള്ള വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ കട്ടപ്പനക്കാരാണ്. അപ്പം പണി ആരംഭിക്കുന്നേ ഉള്ളൂ. അതിന് മുമ്പ് അവർ അതിൻ്റെ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ആ 2 പേരാണ് നമ്മുടെ ബോർവെല്ലിൻ്റെ ഉടമകൾ. ഞങ്ങളൊന്ന് ഈ വെള്ളം കണ്ടുപിടിച്ചതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിനി എത്ര നേരം എടുക്കും നമുക്ക് തുടങ്ങാൻ? 1.5 മണിക്കൂർ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നൊരു ഗംഭീര വ്യൂ ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാണുന്നവരൊക്കെ അതിനെ പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് സ്ട്രക്ചറായിരിക്കും നമ്മുടെ വീട്. അവിടെ നിൽക്കുന്ന വെള്ള താടിക്കാരനാണ് നമ്മുടെ എൻജിനീയർ കം കോൺട്രാക്ടർ സെലിൻ. അപ്പോൾ ഇതാണ് ഇവ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയുള്ള സ്ഥലം തന്നെയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ തന്നെയായിരുന്നു നമ്മുടെ സെലിൻ്റെ ആഗ്രഹവും. അവിടെ തന്നെ കിട്ടി അതിന് കൃത്യമായിട്ട്. അപ്പോൾ ഇനി ഇവരെന്താ ശ്രദ്ധിക്കേണ്ടത്? വാട്ടർ ലെവൽ കറക്റ്റായിട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെക്കുമ്പോൾ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ശരി. കാരണം 1 മില്ലിമീറ്റർ മാറിയാൽ അടി ചെല്ലുമ്പോൾ മീറ്റർ മാറും. എക്സാക്ട് ആ പോയിന്റ് ചെല്ലാനായിട്ട്. ശരി. അപ്പോൾ ഇവ ആദ്യം നോക്കിയത് വന്ന ഉടനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വെള്ളമുണ്ട് എന്ന് പറഞ്ഞതാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ആദ്യം നോക്കി ഇവിടെയായിരുന്നു അല്ലേ? അവിടെ നിന്ന് ഇവിടം വരെ നോക്കിയപ്പോൾ എന്തായിരുന്നു പ്രശ്നം കണ്ടത്? പാറയുടെ സ്ട്രക്ചർ ഒരു ഐഡിയൽ ആയിട്ട് തോന്നിയില്ല. നമുക്കൊരു ഐഡിയൽ ആയിട്ട് തോന്നിയാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് കാരണമാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കിയത്. ഇവിടെ നോക്കിയപ്പോഴാണ് ഐഡിയൽ ആയിട്ട് കിട്ടി. പാറ അപ്പം സ്ട്രക്ചർ ക്ലിയർ ആയി. അപ്പോൾ ഈ 2 സൈഡിൽ നിന്നുള്ള ഉറവുകൾ അവിടെ ഒന്നിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇതിൽ നമ്മളിപ്പോൾ 500 മീറ്റർ അല്ല 500 അടിയിൽ വെള്ളം കാണുമെന്ന് പറഞ്ഞാൽ പോലും പിന്നെ സ്റ്റോറേജ് അല്ലേ? എപ്പോഴും സ്റ്റോറേജ് ആയിരിക്കണം. എല്ലാം അടിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. ഇപ്പോൾ ഇവിടെ അതിനുള്ള ഉണ്ട്. പിന്നെ പലതരത്തിൽ ഭൂമി വെള്ളം കിടപ്പുണ്ട്. ചില ഏരിയയിൽ 200 അടിക്ക് വെള്ളമായെന്ന് പറയും. അത് അല്ലാതെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ അറിയാം. സ്റ്റോറേജ് ആയിട്ട് കിട്ടുന്നതും പറ്റാത്തതുമായിട്ടുള്ളതുണ്ട്. ചിലത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഭൂമി വന്ന് സ്റ്റോക്ക് ചെയ്ത് കിടക്കും പാറക്കിടയിൽ. അത് നമ്മൾ അടിച്ചു കഴിയുമ്പോഴേ ആ വെള്ളം തീർന്നു. പാറക്കുഴി കിടക്കുന്ന വെള്ളം ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല, നമ്മൾ നിന്നടിച്ച് കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിപ്പം അഴിച്ചു വരുന്നു ഈ പറഞ്ഞ പോലെ സമയത്ത് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് വെള്ളമില്ല. അപ്പോൾ എന്താണ് അടുത്താണ് കാശ് തിരിച്ചു തരുമോ? അങ്ങനെയൊന്നുമില്ല, കാശ് തിരിച്ചു തരില്ല കേട്ടോ. പക്ഷേ 100% ഉറപ്പാണ് ഇതുവരെ ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഒരു സ്ഥലത്ത് പോലും വെള്ളം കാണാതിരുന്നിട്ടും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് വെറുതെ ഒരു തോന്നൽ മാത്രമല്ല കേട്ടോ. നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്കോ ഇതൊക്കെ സത്യമാണെന്ന് തോന്നും. പക്ഷേ ഇത് സയൻറ്റിഫിക്കലിയും കൂടെ നോക്കിയിട്ടാണ് പറയുന്നത്. അല്ലാതെ പക്ഷേ ആ ഒരു ആദ്യത്തെ തോന്നൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നിങ്ങൾ 25 ഏക്കർ സ്ഥലത്ത് ഒരാളെ അഴിച്ചുവിട്ട് ഈ മെഷീനുമായിട്ട് പുള്ളി ഭ്രാന്ത് പിടിച്ച് നടക്കുകയുള്ളൂ അല്ലേ? ആദ്യം തന്നെ എവിടെയാണെന്ന് മനസ്സിൽ ഒരു തോന്നൽ വന്നതിന് ശേഷമാണിത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഗംഭീര സംഭവമാണ്. സാധാരണ എത്ര നേരം എടുക്കും ഒരു സ്ഥലത്ത് വെള്ളം കണ്ടെത്താൻ? അത് ഓരോ ഏരിയയിലെ മണ്ണിനെ ആശ്രയിച്ചിരിക്കും. ചില ഏരിയയിൽ നമുക്കിപ്പോൾ ഈ വീട്ടുകളിലൊക്കെ ഉള്ള പ്രദേശത്താണ് കുറേ താമസമുണ്ട് സെൻസർ മെഷീൻ പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ താമസം വരും. ശരി. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ളവർ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവർ കാണുന്നുണ്ട്. ഇപ്പം എവിടെ ഇപ്പം കാസർഗോഡ് ഒരാൾ വിളിച്ചാലും പോയി സ്ഥലം കാണുമോ? ഒത്തിരി അകലെ ഇപ്പോൾ പോകില്ല. സ്കൂള് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 കുട്ടികളാണുള്ളത് സ്കൂൾ. അപ്പോൾ അവരുടെയും കൂടെ സൗകര്യം നോക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ റീബ നമുക്ക് വെള്ളം ഉള്ള സ്ഥലമൊക്കെ കണ്ട് പിടിച്ച് തന്ന് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ബോർവെല്ല് കുത്തുന്ന വാഹനവും സാമഗ്രികളും ആളുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു നീണ്ട പ്രോസസ്സാണ്, ഒരു 5-6 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു തീരാൻ. അപ്പോൾ ഒരു 500 to 600 ഫീറ്റിൽ വെള്ളം കിട്ടുമെന്നാണ് റീബ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ എന്താ പറയുക ഡ്രില്ലിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാം. എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്യാം വെള്ളം വരാൻ വേണ്ടി. അപ്പോൾ എക്സാക്റ്റ് ഇതാ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാകും. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 6-7 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രില്ലിങ് തീരാൻ പോകുന്നത്. തീരുന്നതിന് മുമ്പ്, അതായത് 600 ഫീറ്റാണ് നമ്മുടെ റീവ പറഞ്ഞിട്ട് പോയത് വെള്ളം കിട്ടുമെന്നുള്ളത്. 600 ഫീറ്റിന് തൊട്ടടുത്ത് തന്നെ വെള്ളം വന്നു. ഇപ്പോൾ പക്ഷേ നമ്മൾ കുറച്ചുകൂടി സ്റ്റോറേജ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് കുറച്ചുകൂടി ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ആഴത്തിൽ വെള്ളം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ വളരെ ശാസ്ത്രീയമാണ്, ഇതിനകത്ത് വേറെ തട്ടിപ്പൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരിക്ക് എന്തോ ഒരു ഇതുണ്ട്, അതായത് വെള്ളമുള്ള സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവ് ദൈവം കൊടുക്കുന്നു. പക്ഷേ അത് കൂടുതൽ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് പുള്ളിക്കാരി അത് വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇപ്പോഴത്തെ മഴ പെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഡ്രില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ പോവുക. അപ്പോൾ ഇതാണ് പണി തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാം. വളരെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ കുഞ്ഞു വില്ല. അതായത് ഇത് വാടക കൊടുക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തീർന്നിട്ട് വന്ന് താമസിക്കാമെന്നൊക്കെയുള്ള ലക്ഷ്യമാണ്. അപ്പോൾ എന്തായാലും സെലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് തീർക്കാനായിട്ട്. സെലിനാണ് നമ്മുടെ കോൺട്രാക്ടർ കം എഞ്ചിനീയർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ സന്തോഷമൊക്കെ കാണണം തീരുമ്പോഴും. അപ്പോൾ എന്തായാലും റീബയ്ക്ക് വീണ്ടും നന്ദി പറയുന്നു. ബൈ.